ഹലോ നമസ്തേ, എൻ്റെ പേര് ജയൻ. അപ്പോൾ ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് വെച്ചാൽ മെനപ്പോസ് അഥവാ ആർത്തവ വിരാമം ആണ്. അപ്പോൾ എന്തുകൊണ്ട് ഈ സബ്ജക്റ്റ് ഇത്ര പ്രധാനം എന്ന് വെച്ചാൽ ഒരു സ്ത്രീയുടെ ലാസ്റ്റ് മെൻസസ് ആണ് ഈ ആർത്തവ വിരാമം എന്ന് പറയുന്നത് അഥവാ മെനപ്പോസ് എന്ന് പറയുന്നത്. ഈ സബ്ജക്റ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പലർക്കും ഇതിനെപ്പറ്റി അങ്ങനെ ഡീപ്പായിട്ട് അറിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഏകദേശം കുട്ടികളും കല്യാണം കഴിയുന്നത് പെൺകുട്ടികളൊക്കെ ഒരു 24-25 വയസ്സിന് ഉള്ളിലാണ്. അപ്പോൾ അവർക്കൊക്കെ ഇതിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് അത്ര ബോധ്യമാവണമെന്നില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ എല്ലാ സ്ത്രീകളുടെ ശരീരത്തിലും ഓവറീസ് ഉണ്ട്. ആ ഓവറീസിൽ നിന്നാണ് ഈസ്ട്രജൻ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് ഈ മെനപ്പോസിൻ്റെ സമയത്ത് എന്താണെന്ന് വെച്ചാൽ ഈസ്ട്രജൻ ലെവൽ കുറയും. അപ്പോൾ ഈ ഈസ്ട്രജൻ ലെവൽ കുറയുന്നതോടൊപ്പം അവർക്ക് ഒരുപാട് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. മാനസികമായിട്ട് എന്ന് വെച്ചാൽ അവർക്ക് 1 വർഷത്തോളം ഇത് സമയത്ത് ഈ പ്രോബ്ലം ഉണ്ടാവാറുണ്ട്. ഈ മൂഡ് സ്വിങ്സ് കൂടുതൽ ഉണ്ടാകുന്നത് ഈ സമയത്താണ്. സാധാരണ ആർത്തവ സമയത്തും ഈ ആർത്തവ വിരാമ സമയത്തും മൂഡ് സ്വിങ്സ് ഉണ്ടാവാറുണ്ട്. പക്ഷേ അത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഈ ആർത്തവ സമയത്ത് നമുക്കുണ്ടാകുന്ന മൂഡ് സ്വിങ്സ് എന്ന് വെച്ചാൽ അത് 1-2 ദിവസം മാത്രമേ ഉണ്ടാവൂ. ഈ അധികമായി പോയാൽ 3 ദിവസം ഉണ്ടാവും. ആർത്തവം തുടങ്ങിയിട്ട് 2-3 ദിവസം വരെ ഉണ്ടാവാം. അത് ചിലവർക്ക് ഉണ്ടാവാറേയും ഇരിക്കാം. പക്ഷേ ഇത് എന്ന് വെച്ചാൽ ഈ മെനോപോസ് സമയത്ത് എന്ന് വെച്ചാൽ 1 വർഷത്തോളം നീണ്ടു നിൽക്കും. ഇതിൻ്റെ ഈ മൂഡ് സ്വിങ്സ് 1 വർഷത്തോളം നീണ്ടു നിൽക്കും. അത് നീണ്ടു നിൽക്കുന്നത് മാത്രമല്ല, അതിനേക്കാൾ സ്ട്രോങ് ആയിരിക്കും. ഈ സമയത്ത് ഓവറീസൊക്കെ നിൽക്കുമല്ലോ. അപ്പോൾ എന്ന് വെച്ചാൽ ഈ ഒരു എക്സാമ്പിളോടെ പറയുകയാണെങ്കിൽ ഇത് ഈ ആർത്തവവിരാമ സമയത്ത് പാനിക്കാണ് ഉണ്ടാകുന്നത്. പാനിക് എന്ന് വെച്ചാൽ ഈ ഇൻറ്റൻസിറ്റി കൂടും. ഇൻറ്റൻസിറ്റി ഈ ടെൻഷൻ ഉണ്ടാവുമല്ലോ, ടെൻഷൻ ഉണ്ടാവും. പിന്നെ വേറെ എന്തുണ്ടാവും? സ്ട്രെസ് ഉണ്ടാവും. വേറെ പാനിക് ഉണ്ടാവും. അപ്പോൾ ഈ ആർത്തവ സമയത്ത് പെൺകുട്ടികൾക്ക് ഉണ്ടാകുന്നത് സ്ട്രെസ്സായിരിക്കും. സ്ട്രെസ് എന്ന് വെച്ചാൽ പെട്ടെന്ന് ദേഷ്യം വരും, സങ്കടം വരും, ഡിപ്രഷൻ വരും, അതൊക്കെ വരും. അത് പാനിക് എന്ന് വെച്ചാലും ഈ സംഭവം തന്നെയാണ്. പക്ഷേ ഇൻറ്റൻസിറ്റി ഒന്നുകൂടി കൂടും, സ്ട്രെസ്സിനെക്കാളും ഒന്നുകൂടി കൂടും. അത് എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ, എക്സാമ്പിൾ എന്ന് വെച്ചാൽ അത് ആ രീതിയിൽ മാത്രം കണ്ടാൽ മതി. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഒരാളുടെ ഭാര്യ ഗർഭിണിയായാൽ അവർക്ക് ടെൻഷൻ ഉണ്ടാവില്ലേ? ഇപ്പോൾ ഏത് ഹോസ്പിറ്റലിൽ കാണിക്കണം, ഏത് സുഖപ്രസവമായിരിക്കുമോ, അല്ലെങ്കിൽ അങ്ങനത്തെ സബ്ജക്റ്റിലായിട്ട് ടെൻഷൻ ഉണ്ടാവും സ്വാഭാവികമായിട്ടും. പക്ഷേ സ്ട്രെസ്സ് എന്ന് വെച്ചാൽ എക്സാമ്പിൾ മാത്രമാണ്, ഇതുമായിട്ട് അതിനെ ബന്ധപ്പെടേണ്ട. ഇത് ഒരാളുടെ കാമുകി ഗർഭിണിയായാൽ അവർക്ക് സ്ട്രെസ്സായിരിക്കും അല്ലേ? അതെന്ന് വെച്ചാൽ ഇത് ടെൻഷനേക്കാളും ഒന്നുകൂടി സ്ട്രെസ്സ് ഇൻറ്റൻസിറ്റി കൂടുതലാണ് സ്ട്രെസ്സിന്. പക്ഷേ ഈ പാനിക് എന്ന് വെച്ചാൽ ഒരേ സമയം ഭാര്യയും പിന്നെ കാമുകിയും ഗർഭിണിയായാലോ അതിൻ്റെ ഇൻറ്റൻസിറ്റി ഒന്നുകൂടി കൂടും. അപ്പം ആ പാനിക് ഇല്ല അവസ്ഥയാണ് ഈ ആർത്തവ വിരാമ സമയത്ത് ഇവരനുഭവിക്കുന്നത്. അപ്പം മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ അവർക്ക് ഈ ഹോട്ട് ഫ്ലഷസ് ഉണ്ടാവും. എന്ന് വെച്ചാൽ ഇത് നമുക്ക് രാത്രി സമയത്തൊക്കെ പെട്ടെന്ന് കുറേ വിയർപ്പുണ്ടാവും. ഇത് വിയർപ്പ് എന്ന് വെച്ചാൽ നമുക്ക് ഈ തണുപ്പുള്ള സമയത്ത് പോലും ആ തണുപ്പ് അറിയാതെ ചൂടായിരിക്കും അവർക്ക് ഫീൽ ചെയ്യുക. പിന്നെ മാനസികമായിട്ട് ഒരുപാട് പ്രശ്നമുണ്ടാവും. പെട്ടെന്ന് ഫീൽ ചെയ്യും, നല്ല സങ്കടം വരും, ദേഷ്യം വരും, അതായത് ഡിപ്രഷൻ ഉണ്ടാവും. അങ്ങനത്തെ ഒരുപാട് പ്രശ്നം ഉണ്ടാവും. നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി. നമുക്ക് ഹോർമോൺ ചേഞ്ച് ഉണ്ടാകുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇത് സാധാരണ പെൺകുട്ടികൾക്കൊക്കെ മനസ്സിലാവും. 2-3 ദിവസം എന്തൊക്കെ പ്രോബ്ലം അനുഭവിക്കുന്നുണ്ടാവുന്നു. അപ്പോൾ ഈ
സംഭവം ഒരു വർഷത്തോളം ഏകദേശം നീണ്ടു നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് എന്തൊക്കെ മാനസികമായിട്ട് പ്രശ്നങ്ങളുണ്ടാവും, ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഈ പ്രശ്നങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഏകദേശം ഈ കല്യാണം കഴിഞ്ഞ് പോകുന്ന കുട്ടികളെല്ലാം ഉണ്ടാവുമല്ലോ, പെൺകുട്ടികളൊക്കെ, അവരൊക്കെ ഇതിൻ്റെ ഇൻറ്റൻസിറ്റി ഒന്നും അത്ര അറിവുണ്ടാവില്ല. അപ്പോൾ അവിടെ ഈ കല്യാണം കഴിഞ്ഞിട്ട് എത്തുന്ന ഇത് അവരുടെ അമ്മായിയമ്മ ഉണ്ടാവുമല്ലോ, അമ്മായിയമ്മ എന്ന് വെച്ചാൽ ഹസ്ബൻഡിൻ്റെ ഇത് അമ്മ. അപ്പോൾ അവരുടെ ഏജ് ഏകദേശം ഒരു 40-45 ആ ഒരു ലെവലിലായിരിക്കും. അപ്പോൾ ഏകദേശം ഒരു 38-40 വയസ്സാകുമ്പോൾ തന്നെ ഈ ആർത്തവവിരാമം അഥവാ മെനോപോസ് ആരംഭിക്കാൻ തുടങ്ങും. അപ്പോൾ ഇവർക്ക് എന്താവുമെന്ന് പറഞ്ഞാൽ ഈ സമയത്ത് അവർക്ക് പെട്ടെന്ന് ദേഷ്യം അല്ലെങ്കിൽ സങ്കടം അങ്ങനത്തെയൊക്കെ വരും, ഡിപ്രഷൻ ഉണ്ടാവും. അപ്പോൾ ചിലപ്പോൾ ഇവരെന്തെങ്കിലും ചെയ്യുമ്പോൾ അത് ഇഷ്ടപ്പെടാത്ത പോലെ ഉണ്ടാവും. ചിലപ്പോൾ എന്തെങ്കിലും കിച്ചണിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്തോ അത് പ്രകടിപ്പിക്കും അവർ. അപ്പോൾ ഈ കുട്ടികൾക്ക് ഇത് മനസ്സിലാവണം എന്നില്ല. അവർക്ക് വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവരെ ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് ഇവരിങ്ങനെയൊക്കെ പറയുന്നതെന്ന് വിചാരിക്കും. അപ്പോൾ ഇത് വേറെ കാരണങ്ങളും ഉണ്ടാവും. അമ്മായിയമ്മ ചിലപ്പോൾ പാരമ്പര്യമായിട്ട് അമ്മായിയമ്മ അവരങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് പാരമ്പര്യമായിട്ട് തുടർന്ന് വരുന്ന അതുകൊണ്ടാവും. അത് പിന്നെ നമ്മളെ സബ്ജക്റ്റ് അല്ല, ഞാൻ ഹെൽത്തുമായിട്ട് ഇത് റിലേറ്റഡ് ആയ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ സംഭവം ഉണ്ടാവും. അപ്പോൾ ഇവരെന്താവും എന്ന് പറഞ്ഞാൽ ഇത് ഹസ്ബൻഡിനോട് അതേപോലെ പറയും. പക്ഷേ ഹസ്ബൻഡ് അത് അമ്മയല്ലേ, അത്ര വലിയ കെയർ ഒന്നും ആക്കൂല. ചിലപ്പോൾ ചില ആൾക്കാർ അവർക്ക് ദേഷ്യം തോന്നും, അങ്ങനെ ഇത് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. അങ്ങനെ ചിലപ്പോൾ ഇത് ചില കേസിൽ ഡിവോഴ്സ് വരെ എത്താറുണ്ട് ഇതുപോലത്തെ കാര്യങ്ങൾ. അതെന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഇപ്പോൾ പെൺകുട്ടികൾ മാത്രമല്ല ആൺകുട്ടികളും ഇതിനെപ്പറ്റി അറിഞ്ഞിരിക്കണം. ആ ഒരു ഏജിലുള്ള ആൾക്കാർ പെരുമാറുമ്പോൾ ഇത് പെട്ടെന്ന് അവരെ സ്വഭാവമൊക്കെ മാറുന്നുണ്ടാവും. എന്ന് വെച്ചാൽ നമ്മളോട് അധികം സ്നേഹത്തോടെ അത് ഫ്രണ്ട്ഷിപ്പോടെ സംസാരിച്ചുകൊണ്ടിരുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് അവരുടെ ക്യാരക്ടർ മാറും. എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഇത് ചെയ്യുമ്പോഴോ എന്തെങ്കിലും ഇത് പറയുമ്പോഴോ പെട്ടെന്ന് ദേഷ്യപ്പെടും. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് നമ്മളോട് ദേഷ്യമായിരിക്കുമോ, എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇതുവരെ എന്നോട് അങ്ങനെ ഉണ്ടായിട്ടല്ലോ, അങ്ങനെയൊക്കെ വിചാരിക്കും. പക്ഷേ ഇത് കാരണം എന്താണെന്ന് നമുക്ക് മനസ്സിലാവണം. ഏകദേശം ആ ഒരു ഏജിലുള്ള സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാൽ തീരുന്ന പ്രശ്നങ്ങളേ ഇല്ലൂ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ തന്നെ അറിയണം ആ ഒരു ഇത് മൂഡ് സ്വിങ്സിൻ്റെ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നതെന്ന്. അപ്പോൾ ഈ ഏകദേശം കല്യാണം കഴിയുന്ന ഈ ഒരു ഏജിലുള്ള പെൺകുട്ടികളും എല്ലാവരും ഇതിനെപ്പറ്റി മനസ്സിലാക്കിയാൽ ഒരു പരിധി വരെ നമുക്ക് അവരോടുള്ള പെരുമാറ്റവും അതൊക്കെ നിയന്ത്രിക്കാൻ പറ്റും. ഈ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളും ഒക്കെ കുറക്കാൻ പറ്റും. ആ സമയത്ത് വേറെ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവരുടെ കുട്ടികളൊക്കെ ഏകദേശം ഏജ് എന്ന് വെച്ചാൽ ഒരു 25-26 ആ ഒരു വയസ്സിലുള്ള കുട്ടികളായിരിക്കും. ഏകദേശം ആ ഒരു 40-45 വയസ്സിലുള്ള ആൾക്കാർക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ ഇവർ എന്തെങ്കിലും ജോലി സംബന്ധമായിട്ടോ അങ്ങനെ വിദേശത്തും അല്ലെങ്കിൽ ദൂരെ എവിടെ നിന്നിട്ട് വർക്ക് ചെയ്യുന്നതും അങ്ങനത്തെയൊക്കെ ആയിരിക്കും. അപ്പോൾ ആ സമയത്തൊരു എംപ്റ്റിനെസ് ഫീൽ ചെയ്യും, അവർക്ക് ഒരു ഒറ്റപ്പെടലൊക്കെ ഉണ്ടാവും. പിന്നെ വേറെ പ്രശ്നങ്ങളെന്ന് വെച്ചാൽ അപ്പോൾ അങ്ങനെ ഉണ്ടാവും. പിന്നെ വേറെ എന്ന് പറഞ്ഞാൽ അവരെ വജൈനൽ ഡ്രൈനെസ് ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് സെക്ഷുവൽ ഇൻ്റർകോഴ്സ് അതൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഹസ്ബൻഡ് ചിലപ്പോൾ അത് മനസ്സിലാക്കണം എന്നില്ല. അവർ ചിലപ്പോൾ അനുഭവിക്കാത്തത് കൊണ്ട് ഇത് ഇത്ര ഡീപ്പായിട്ട് ചിന്തിക്കണം എന്നുമില്ല. അപ്പോൾ അവർ ചിലപ്പോൾ ഫോഴ്സ് ചെയ്യും, ചിലപ്പോൾ ഇവർ സമ്മതിക്കില്ല, ചിലപ്പോൾ ദേഷ്യപ്പെടും, അങ്ങനത്തെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഏകദേശം ആൾക്കാരും എല്ലാ പ്രശ്നങ്ങളും മനസ്സിലാക്കിയാൽ തീരുന്ന പ്രശ്നങ്ങളേ ഇല്ലൂ. അപ്പോൾ ഒന്നിനും ഇത് ആ സമയത്ത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് സപ്പോർട്ടാണ് വേണ്ടത്, കൂടുതൽ സപ്പോർട്ടാണ് വേണ്ടത്. അവർ ഒറ്റപ്പെടുത്തൽ അങ്ങനത്തെ ഒന്നും ഉണ്ടാവാൻ പാടില്ല. പിന്നെ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കണം. ഭക്ഷണത്തിൽ എന്ന് വെച്ചാൽ കൂടുതൽ ന്യൂട്രീഷൻ അടങ്ങിയ ഭക്ഷണം കഴിക്കണം. അതായത് ഈ ഫാസ്റ്റ് ഫുഡ് അങ്ങനത്തെയൊക്കെ ഓയിലി ഫുഡ് അങ്ങനത്തെയൊക്കെ ഒഴിവാക്കണം. ഈ ന്യൂട്രീഷൻ അധികം പ്രോട്ടീൻ അടങ്ങിയ നിലക്കടല, പിന്നെ
ചെറുപയർ അങ്ങനത്തെയൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ നോക്കണം. പിന്നെ വേറെ എന്ന് പറഞ്ഞാൽ ലൈഫ് സ്റ്റൈല് ചേഞ്ച് ചെയ്യണം. എന്നാൽ ഹോബീസ്, പുതിയ ഹോബീസ് എന്തെങ്കിലും സ്റ്റാമ്പ് കളക്ഷൻ, അല്ലെങ്കിൽ എന്തെങ്കിലും യോഗ ചെയ്യുന്നതോ, അല്ലെങ്കിൽ എന്തെങ്കിലും പച്ചക്കറി കൃഷി ചെയ്യുന്നതോ, അങ്ങനത്തെ ഗാർഡൻ ചെയ്യുന്നതോ, അങ്ങനത്തെ ആയിട്ട് ഹോബിയിലേക്ക് മൈൻഡ് ഡൈവേർട്ട് ചെയ്യണം. അപ്പോൾ അധികം അവർക്ക് ഈ സ്ട്രെസ്സെല്ലാം കുറച്ച് കുറക്കാൻ പറ്റും. അപ്പോൾ വേറെ പ്രശ്നം, ഞാൻ ഇത് പ്രധാനമായിട്ട് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതെല്ലാവരും മനസ്സിലാക്കിയാൽ ഏകദേശം നമുക്ക് ആ ഒരു ഏജിൽ എല്ലാ ആൾക്കാരും നമ്മളോട് പെരുമാറുമ്പോൾ തന്നെ നമ്മളോട് അത് ഇഷ്ടമില്ലാഞ്ഞിട്ട് സംസാരിക്കുന്നേ അല്ലെങ്കിൽ പെരുമാറുന്നേ എന്ന് വിചാരിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. താങ്ക് യു.